അസ്സലാമലൈക്കും. ഹായ്, ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ്, വെളിച്ചെണ്ണയൊക്കെ ഓയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൺഫ്ലവർ യൂസ് ചെയ്യാം, അതല്ല ഒലിവ് ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു ഏലക്ക, 3 ഗ്രാമ്പു അത്ര എടുത്തിട്ടുള്ളത്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് നല്ല ചൂടായ എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് പൊട്ടി തെറിക്കുമല്ലോ ഗ്രാമ്പൊക്കെ. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നപ്പോൾ ആ സമയത്ത് ഞാൻ അതിലേക്ക് കടലപ്പരിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കടലപ്പരിപ്പ് നല്ലപോലെ റോസ്റ്റായിട്ട് വരണം നമ്മളെ റൈസിൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ലെമൺ റൈസാണ്. ലെമൺ റൈസ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയത് മാത്രം. അപ്പോൾ കടലപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരണം, നമുക്ക് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 2 പച്ചമുളകും 2 വറ്റൽമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അത് മുളകൊക്കെ നമ്മളെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഓവറായിട്ട് എരിവൊന്നും വേണ്ട ഈ റൈസ്, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുളകൊക്കെ ഒന്ന് റോസ്റ്റായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന റൈസ് ഞാൻ സാധാ ബിരിയാണി അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. റൈസൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കായപ്പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ കായപ്പൊടി അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ എണ്ണയിൽ കായപ്പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി ഞാൻ അതിലേക്ക് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലെമൺ റൈസ് ആകുമ്പോൾ നമുക്ക് നാരങ്ങ നീര് വേണമല്ലോ. അപ്പോൾ ഞാനിതിൽ 3 നാരങ്ങേൻ്റെ നീര് എടുത്തിട്ടുണ്ട്. നാരങ്ങ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും, അതിൻ്റെ നീര് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ റൈസ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ കുറച്ചുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നാരങ്ങ നീരൊക്കെ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ. ഇപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കാം. റൈസ് നമുക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ അതെടുക്കാം, നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കണമെങ്കിലൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ റൈസാണിത്. ഇതാകുമ്പോൾ വേറെ അധികം കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒട്ടാൻ പാടില്ല. നമ്മൾ ചോറിൻ്റെ വേവ് നോക്കണം. നമ്മൾ സാധാ ബിരിയാണി റൈസൊക്കെ വേവിക്കുന്ന പോലെ തന്നെ ബിരിയാണിക്കൊക്കെ വേവിക്കില്ല, അതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒക്കെ എല്ലാം നല്ല സെറ്റായി വന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.